അപ്പോൾ രാജസ്ഥാനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് റിട്ടേണേഷൻ സമയത്ത് ബോൾട്ട്, അശ്വിൻ, ചഹൽ ഇവരെ കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ബട്ട്ലറെ കൂടെ നമുക്ക് കൂട്ടാം. ഈ 4 പേര് നമുക്കറിയാം രാജസ്ഥാന്റെ പില്ലറായിരുന്നെന്ന്. അപ്പൊ ഇവരെ കളഞ്ഞിട്ടുള്ള ആ ഒരു റിട്ടേണേഷൻ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൂടെ മെഗാ ഓപ്ഷന്റെ സമയത്ത് സൈനിങ് ചെറിയൊരു കൺസേൺ എല്ലാവരുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്താ തോന്നുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ബട്ട്ലറെ അവര് റിമൂവ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മറ്റേ ലാസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ? അതായത് പുള്ളിക്ക് മറ്റേ ഇംഗ്ലണ്ടിന് വേണ്ടി ടൂറിന് വേണ്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഓപ്പണിങ് വന്നു. പിന്നെ കഴിഞ്ഞ ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ ബട്ട്ലർ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നില്ല. 1-2 മാച്ച് പുള്ളി ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ് ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാലും ചിലപ്പോ അതൊക്കെ ആയിരിക്കും ഒരു കാരണം. ഞാനും എടുത്തു വെച്ച സംഭവം എന്ന് വെച്ചാൽ 2 സെഞ്ചുറി വന്നു. ആ 2 മത്സരങ്ങളിൽ രാജസ്ഥാനെ പുള്ളിക്ക് വിജയിപ്പിക്കാൻ പറ്റി. ആദ്യത്തെ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ 359 റൺ എന്ന് പറയുന്ന ഈ 2 സെഞ്ചുറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മത്സരങ്ങളിൽ 159 റണ്ണേ പുള്ളി സ്കോർ ചെയ്തിട്ടുള്ളൂ. ഒന്നാമത്തേത്. പിന്നെ രാജസ്ഥാൻ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ലോങ് ടൈമിലേക്കാണ് അവർ സ്ക്വാഡിനെ സൈൻ ചെയ്തത്. യങ്സ്റ്റേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ദ്രാവിഡിന്റെ അണ്ടറിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ ആയിരിക്കണം ഒരു ലോങ് ടൈം എന്നുള്ള രീതിയിലായിരിക്കണം അവർ സൈൻ ചെയ്ത് നടത്തിയിരിക്കുന്നത്. പിന്നെ ഈ സഞ്ജുവിന്റെ ഓപ്പൺ സൈഡിലേക്ക് വന്നത് അവർക്ക് വേറൊരു പ്രശ്നം സോൾവ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സൈഡ് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവര് നടത്തിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ബോൾട്ടിന്റെ കാര്യം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ബോൾട്ടും ഒരു ലോങ് ടൈം ഡീലിലേക്ക് അതെ ബോൾട്ട് ഇപ്പൊ 35 വയസ്സ് എന്തോ ആയി പുള്ളിക്ക്. അപ്പൊ 35 ഇനി 3 വർഷത്തേക്ക് എന്തായാലും കോൺട്രാക്ട് ഉണ്ടാവുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെഗാ ഓപ്ഷൻ ആയിരിക്കുമല്ലോ തന്നെ. അപ്പൊ പുള്ളിക്ക് 38. ഒരു ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു ഇതല്ല മിക്കവാറും ഒരു ടൈം 35, 36, 37 ആ ഒരു ഏജ് ആവും. പക്ഷെ പുള്ളി പവർ പ്ലേയിൽ പുള്ളി എഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇനി ഇവര് ഫറൂഖിയും ആർച്ചറൊക്കെ എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും നമുക്ക് ഇനി നോക്കാം. പിന്നെ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള കൺസേൺ ആൾക്കാർക്കുള്ളത് ശരിയാണ്. ആർച്ചർ ഇഞ്ചുറിക്ക് ശേഷവും ഇഞ്ചുറിക്ക് മുമ്പും 2 രീതിയിലാണ് നിൽക്കുന്നത്. ഇഞ്ചുറിക്ക് ശേഷം ബാറ്റിംഗ് സൈഡിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബോളിംഗ് സൈഡിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും കുറെ പ്രശ്നങ്ങളുണ്ട്. ആൾ എക്കോണമി വൈസ് പവർ പ്ലേയിൽ അടിപൊളിയായിരുന്നു. 5.75 എക്കോണമി പവർ പ്ലേയിൽ കീപ്പ് ചെയ്യുന്ന ഒരു T20 താരമായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് പുള്ളിക്ക് കുറെ ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അടിമേടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. അതെ പുള്ളി പക്ഷേ ഇഞ്ചുറിക്ക് ശേഷം പുള്ളി അങ്ങോട്ടൊരു അത്രയ്ക്കൊരു ഇത് വരുന്നില്ല. എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. മേ ബി ചിലപ്പോ ഈ സീസൺ ചിലപ്പോ റെഡിയാവുമായിരിക്കും. പിന്നെ അണ്ടർ രാജസ്ഥാൻ വന്നു കഴിയുമ്പോൾ ബോളേഴ്സ് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു പുള്ളിയെ സൈൻ ചെയ്യുന്ന സമയത്ത്. പക്ഷെ പുള്ളി IPL തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് രാജസ്ഥാനിൽ പുള്ളി ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ്. പക്ഷെ ഇഞ്ചുറി കൊണ്ടാണ് പുള്ളി കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ. അല്ല ഇത് മിക്കവാറും രാജസ്ഥാൻ റിലീസ് ചെയ്ത മിക്ക പ്ലേയേഴ്സിനെ അവര് ഓപ്ഷനിൽ തിരിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പേഴ്സ് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അതെ അശ്വിനാണെങ്കിലും ചഹലിനാണെങ്കിലും അവര് അത്യാവശ്യം വിളിച്ചായിരുന്നു. ബട്ട്ലറിനാണെങ്കിലും വിളിച്ചായിരുന്നു. പക്ഷെ അവർക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു അവര് ബോൾട്ടിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഷ്ദീപ് ആയിരുന്നു. ഓപ്ഷൻ കണ്ടവർക്ക് അറിയാം. അത് അർഷ്ദീപിന് വേണ്ടി അവർ ആദ്യം വിളിച്ചായിരുന്നു. പക്ഷെ അർഷ്ദീപിന്റെ പീക്ക് ടൈമിലായിരുന്നു നേരം. അതെ, പഞ്ചാബ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല 100% ഉറപ്പായിരുന്നു. അത് അവരുടെ നൈസ് ഒരു ഡീൽ ആയിരുന്നു. അർഷ്ദീപിനെ വിട്ടിട്ട് തിരിച്ചു പിടിച്ചത്. ഹൈ പ്രൈസിൽ പോയാൽ എന്തായാലും പുള്ളി. ഇത്തവണ നോക്കിയിട്ട് എനിക്ക് രാജസ്ഥാൻ സ്ക്വാഡ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ടോപ്പ് ഓർഡർ ഫുള്ള് ഹൈ കോർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ടോപ്പ് ഓർഡർ ഉണ്ട് അവർക്ക്. കാരണം സഞ്ജു സാംസൺ, ജയ്സ്വാൾ ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. 1 ഡൗൺ ആയിട്ട് അവിടെ റാണ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പുള്ളിക്ക് ബോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വേറൊരു ഓപ്ഷനാണ്. പുള്ളി ഒരു ഓഫ് സ്പിന്നർ കൂടെ പുള്ളിക്ക് അത്യാവശ്യം മിനിമം 2 ഓവർ പുള്ളിക്ക് എറിയാൻ പറ്റും. പരാജയം. അപ്പൊ ആ സ്പിൻ സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ സാധിക്കും. ജയ്പൂരിലെ പിച്ച് നമുക്കറിയാം കുറച്ചൊരു സ്പിൻ ഓറിയന്റഡ് ആയിട്ടുള്ള പിച്ചായിട്ട് കാണാറുണ്ട്. അവിടെ നന്നായിട്ട് ചഹലിനെ അശ്വിനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരാഗിന് അറിയാം. പരാഗ് വേണമെങ്കിൽ ഓഫ് സ്പിന്നർ അറിയാം. പുള്ളിയുടെ ക്യാരം ബോൾ അറിയാം. പുള്ളി അത്യാവശ്യം ഒരു വെറൈറ്റി ടൈപ്പ് ബോളറാണ് പുള്ളി. ഒരു പ്രോപ്പർ ഓഫ് സ്പിന്നർ അല്ല. പുള്ളിക്ക് ഓഫ് സ്പിന്നർ അറിയാൻ പറ്റും, വേണമെങ്കിൽ ലെഗ് സ്പിന്നർ അറിയാൻ പറ്റും. ആ ഒരു ടൈപ്പ് ബോളി പുള്ളിനെ കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്ര ഒരു എക്കോണമി കീപ്പ് ചെയ്യുന്ന ആളല്ല, പക്ഷെ വിക്കറ്റ് ടേക്കർ ആയിട്ടുള്ള ഒരു ബോളർ ആയിട്ട് പുള്ളിയെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പരാഗിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. അതെ കഴിഞ്ഞ ഏതൊരു മാച്ചിൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്ന DC ആയിട്ടുള്ള കളിയിലായിരുന്നു. ആകെ 5 ബോളിംഗ് ഓപ്ഷൻ ആയിട്ടാണ് രാജസ്ഥാൻ ഇറങ്ങിയത്. ആ സഞ്ജു 86 എന്തോ അടിച്ചൊരു മാച്ച്, മറ്റേ ബൗണ്ടറി ലൈൻ കോൺട്രവേഴ്സി വന്ന ആ മാച്ചിൽ ഇതുപോലെ തന്നെ 5 ബോളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആവേശ് ഖാൻ ഏതോ ഫസ്റ്റ് ഓവറിൽ അടി കിട്ടി, 20 റണ്ണിന് മേളിൽ എന്തോ പോയി. അപ്പൊ അതിന്റെ ഇടയിൽ അതെ ആ ടൈമില് പരാഗിനെ കൊണ്ട് 2 ഓവർ കഴിച്ചായിരുന്നു. അപ്പൊ അതുപോലെ 2 എക്സ്ട്രാ ബോളേഴ്സ് ഉള്ളതുകൊണ്ട്
ഇപ്പൊ അവർക്ക് ഇത്തവണ നന്നായിട്ട് വലിയ യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമുണ്ടോ? ബോളേഴ്സിനെ. ഈ അതെ പറയുന്ന അതെ ചെന്നൈ പിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പിച്ചുകൾ സ്പിൻ ഓറിയന്റഡ് ആയിട്ടുള്ള പിച്ചുകളിൽ ഇവർക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് ബോളിംഗ് ആണ്. ജയ്പൂരിലെ പിച്ചിൽ ഓഫ് കോഴ്സ് പരാഗ് റാണ എന്തായാലും ഓവേഴ്സ് എറിയും, അങ്ങനെ തോന്നുന്നുണ്ട്. അതെ അതെ പിന്നെ അതെ. നന്നായിട്ട് തന്നെ പിന്നെ ചെന്നൈ അത്യാവശ്യം പിച്ചിൽ യൂസ് വലിയ ചെയ്യാം. വലിയ അത്യാവശ്യം ബിഗ് ബൗണ്ടറീസ് ആണ് അവിടെ അതെ ജയ്പൂരില്. അതെ. പിന്നെ ഇവർക്ക് ആദ്യത്തെ അതെങ്ങനെ മത്സരം യൂസ് കളിക്കേണ്ടി ചെയ്യും? വരുന്നത് ഹൈദരാബാദിലെ പിച്ചിലുമാണ്. സോ അത് കുറച്ച് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു 1-2 വർഷമായിട്ട് വിക്കറ്റ് ഒക്കെ അങ്ങനെ സ്പിന്നേഴ്സിനെ അത്രയ്ക്ക് ഇതാക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതല്ലേ, അതെ അതെ. മിക്ക ഗ്രൗണ്ടും അത്യാവശ്യം ഒരു 230, 220 പ്ലസ് റണ്ണ് തന്നെ വിക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല IPL കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നവരുടെ കിളി പോയ ഒരു സീസൺ തന്നെയായിരുന്നു ലാസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. എല്ലാം ഹൈ ഹൈ അതെ ചേസുകളൊക്കെ നടന്ന മത്സരങ്ങളായിരുന്നു. പിന്നെ അതെ അതെ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ അഭിമുഖീകരിച്ച മറ്റൊരു പ്രോബ്ലം ഹെറ്റ്മെയറിന്റെ ഫോം ആയിരുന്നു. മിഡിൽ ഓർഡറിൽ നല്ലൊരു സപ്ലൈ ഹെറ്റ്മെയറിന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്പിന്നിനെതിരെ ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സീസണിൽ അതെ അതിനൊരു അതെ. മാറ്റം വന്നാൽ ഇത്ര മിഡിൽ ഓർഡർ ഒന്ന് സ്റ്റേബിൾ ആവും. പുള്ളിക്ക് 10 കോടിയല്ലേ, 10 അതെ കോടിക്ക് അതെ. എങ്ങാണ്ടാണ് എനിക്ക് ആ തോന്നുന്നത്. 10 10 കോടി കോടിക്കാണ് അടുത്താണെന്ന് എനിക്ക് പുള്ളിനെ തോന്നുന്നു റിട്ടേൺ പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതൊരുപാട് അവരെന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെ അതെ. ജുവലിനും ഹെറ്റ്മെയറിന് എത്രയും മണി സ്പെൻഡ് ചെയ്ത് എന്തുകൊണ്ട് നിങ്ങൾ ബട്ട്ലറിനെ റിലീസ് ചെയ്തു, അങ്ങനെ കുറെ ടോക്കൊക്കെ നമ്മൾ കേട്ടായിരുന്നു ആ ടൈമില്. ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. ബട്ട്ലർ എനിക്ക് തോന്നുന്നത് അത് ഹെറ്റ്മെയറിനെ അവര് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മാച്ചൊക്കെ അടിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞ സീസണിൽ പുള്ളിക്ക് ഒരു ഇഞ്ചുറി വന്നായിരുന്നു. അതെ അതിന്റെ അതെ. ഇടയ്ക്ക് പുള്ളിക്ക് ഒരു 2-3 മാച്ച് എന്തോ മിസ്സായിരുന്നു. മിസ്സായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇഷ്യൂ ഹെറ്റ്മെയറിന് വന്നോണ്ട്. ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് അക്രോസ് ദ വേൾഡ് ഒരുപാട് ലീഗുകൾ കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. അതുകൊണ്ട് അങ്ങനെ വെളിയിലെടുത്ത് കളയാത്ത വന്നു. പിന്നെ ഒരു കരീബിയൻ താരം ടീമിലുള്ള എപ്പോഴും ബെനിഫിറ്റ് തന്നെയാണ്. ഫീൽഡിംഗ് സൈഡിലെ പുള്ളിയുടെ അതെ. പെർഫോമൻസും പറയണം എടുത്ത്. ആ ഒരു സൈഡിലും ഓക്കെയാണ് താരം. ഒരു ലോങ് ടൈം യെസ് ഡീൽ യെസ്. തന്നെ ആയിരിക്കണം അവിടെ ആളെ നിലനിർത്താൻ കാര്യം. പിന്നെ എനിക്ക് ഇപ്രാവശ്യം തോന്നിയതിലൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷ് റാണ ഒരു പില്ലറായിട്ട് വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട് ബാറ്റിംഗ് സൈഡിൽ. അതെ അതെ. പുള്ളിക്ക് ഒന്ന് പ്രൂവ് പക്ഷെ ചെയ്യണം. നിതീഷ് റാണയുടെ പിക്കും അവര് വേണോന്ന് വിചാരിച്ചെടുത്ത പിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് ആ വെച്ച് കഴിഞ്ഞാൽ നമ്പർ 3 നവൻതീറിന് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു അവര്. പക്ഷെ രാജസ്ഥാൻ നവൻതീറിനെ അവർ തിരിച്ച് നവൻതീറിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയല്ലോ. കിട്ടിയില്ല. അങ്ങനെ അതാണ്. വന്നപ്പോ നമ്പർ 3 ഒരു ഓപ്ഷൻ വേണം. പിന്നെ എന്ത് വന്നാലും അവർക്ക് വെങ്കടേഷ് അയ്യറിനെ കിട്ടൂല. പിന്നെയുള്ള വെങ്കടേഷ് അയ്യറും ത്രിപാഠിയൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതൊക്കെ ത്രിപാഠിയെ ചെന്നൈ കൊണ്ടുപോയി. കിട്ടുമോ? ത്രിപാഠിയെക്കാളും കൊണ്ടുപോയി. ബെറ്റർ ആയിട്ട് എനിക്ക് റാണെ തന്നെ തോന്നുന്നത്. ഒരു ലോങ് ടൈം ലീഡ് അതെ തന്നെയാണ്. അതെ. ത്രിപാഠിയെക്കാളും ബെറ്റർ റാണ തന്നെയാണ് ആ ഒരു പൊസിഷനിൽ. ഒരു പിന്നെ ഒരു ലെഫ്റ്റിയും ലെഫ്റ്റ് കൂടെ ഹാൻഡർ ആണ്. ആയതുകൊണ്ട് ഇപ്പൊ അവർക്ക് ഫസ്റ്റ് വിക്കറ്റിൽ ലെഫ്റ്റ് റൈറ്റ് കോംബോയും കൂടെ അതാണ് ഫസ്റ്റ് ഇതാകുമല്ലോ. വിക്കറ്റ് സഞ്ജുവിന്റെ ആണ് പോകുന്നതെങ്കിൽ ഇവർക്ക് പരാഗിനെ കൊണ്ട് 1 ഡൗൺ എടുക്കാം. അഥവാ ജയ്സ്വാളിന്റെ ആണ് പോകുന്നതെങ്കിൽ ഇവർക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ റാണ നിൽപ്പുണ്ട്. പിന്നെ ഈ അതെ സീസണിൽ അതെ. ധ്രുവ്ജൂരിൽ ഒരു നല്ല സീസൺ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രാക്ടീസ് മാച്ചുകളിലൊക്കെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് ധ്രുവ്ജൂരിൽ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. അതിന് ജയ്സ്വാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്കോർ ഓഫ് ദി വിക്കറ്റിലും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു 360 സൈഡിലും പുള്ളി നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ യങ് പ്ലേയേഴ്സ് നമ്മൾ പറയുമ്പോഴും ഇവർക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ടൈമാണ്. IPL ഓഫ് കോഴ്സ് ഒരു സൈഡ് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് വരാൻ വേണ്ടി ഇവർക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണിത്. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതായത് ജയ്സ്വാൾ, ജുറൽ, പരാഗ് ഇവര് 3 പേരാണല്ലോ ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഈ യങ്സ്റ്റേഴ്സ് അപ്പൊ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അത് തന്നെയാണുള്ളത്. ഇതേ ടൈപ്പ് തന്നെയാണ് സഞ്ജു സാംസണെ ഇവർ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതാണ് പറഞ്ഞത് രാജസ്ഥാൻ എപ്പോഴും യങ് സൈഡിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. ട്രോഫി ഇല്ലെങ്കിൽ അവര് യങ്സ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതെ അതെ. ട്രോഫി ഇല്ല. ഇപ്പൊ ഒരു ഫസ്റ്റ് സീസണിൽ ഫസ്റ്റ് സീസൺ വെച്ച് ഇപ്പൊ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. അത് വെച്ച് നോക്കുമ്പോ എല്ലാരും പറയണ ഒരു ബിലോ ആവറേജ് സ്കോഡ് എന്നാണ് എല്ലാരും പറയണത്. പക്ഷെ എനിക്കിതൊരു എബോവ് ആവറേജ് അങ്ങനെ സ്കോഡ് ആയിട്ട് ടൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ട് അത് അക്സെപ്റ്റ് അംഗീകരിക്കുന്നില്ല ചെയ്യണം. എന്നുള്ളത്. എല്ലാരും അംഗീകരിക്കുന്നില്ല. അതാണ് അതെന്താ സംഭവം. അവരുടെ കറക്റ്റ് ആയിട്ട് അവർക്ക് ഇവര് ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ബാക്കപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. ഇനി അവര് പെർഫോം ചെയ്താൽ മതി. ഇപ്പൊ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ മുംബൈ ഒക്കെ എന്തോരം ഇതായിട്ട് സപ്പോർട്ടീവ് ആയിട്ട് അവരുടെ ടീം വെച്ച് നോക്കുമ്പോൾ അവര് കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. അതെ അവര് അതെ. ബോട്ടം 10-ലാണ് അവർ ഫിനിഷ് ചെയ്തത്. ഫിനിഷ് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വെച്ച് നോക്കുമ്പോ ഇവർക്ക് കൃത്യമായിട്ട് അവർക്ക് യങ്സ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നത് സന്ദീപ് ശർമ്മയാന്ന് തോന്നുന്നു ഏറ്റവും ഏജ് ആയിട്ടുള്ള പ്ലെയർ. ഏജ് ആയിട്ടുള്ള പ്ലെയർ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആവറേജ് എന്തോ സ്ക്വാഡിന്റെ വെച്ച് ഇതൊക്കെ ഉണ്ട്. നോക്കിക്കഴിയുമ്പോൾ ഒരു 30, 33 അകത്തേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 32 ആ ഒരു അതെ റേഞ്ചിൽ അതെ വരുന്നുള്ളൂ. അത് വലിയൊരു അതെ ബെനിഫിറ്റ് ആണ്. അതെ. പിന്നെ ആൾക്കാർ പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് ശരിയാണെന്ന് തോന്നിയത് ഈ പറയുന്ന നമ്മുടെ ഹെറ്റ്മെയർ പോട്ടെ ആർച്ചറും അതോടൊപ്പം തന്നെ ഹസനെങ്കിൽ ഇഞ്ചുറി പ്രോൺ പ്ലേയേഴ്സ് ആണ്. അവർക്ക് അതെ പ്രോപ്പർ അതെ. ആയിട്ട് ബാക്കപ്പ് എന്നുള്ളത് ചെറിയൊരു വെല്ലുവിളി ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഓൾറെഡി ഓസീസ്. സഞ്ജു ഓപ്പണിംഗ് സൈഡിൽ ഇപ്പൊ പ്രൂവ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സഞ്ജുവിന് ഈ ഓപ്പണിംഗ് സൈഡ് കളിക്കേണ്ടതും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യൻ ടീമിലേക്ക് ഇനി പുള്ളിക്കുള്ളത് ഓപ്പണിംഗ് പൊസിഷൻ മാത്രമാണ്. 1 ഡൗൺ പൊസിഷൻ ഒന്നും ഇല്ല.
അപ്പോൾ ഓപ്പണിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് പുള്ളിക്ക് എന്തായാലും പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ഓൾറെഡി ഇന്ത്യൻ ടീമിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കളിച്ചിട്ടുണ്ട്, പക്ഷേ അവസാന സമയത്ത് ആ കുറച്ച് ഇന്നിംഗ്സിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സൈഡിലായിരിക്കും പുള്ളി എന്തായാലും വരിക. സോ അവിടെ ഒരു ചേഞ്ച് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇനിയിപ്പോൾ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ ബോളിംഗ് സൈഡിൽ തോന്നുന്നത്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാം. അതായത് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ട് ഹസരംഗയും അതോടൊപ്പം തന്നെ തീക്ഷണ 11 അകത്ത് യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് പ്രയോറിറ്റി വരുമ്പോൾ ടോപ്പ് ഓർഡർ നല്ല ഗെയിം വന്നു കഴിഞ്ഞാൽ 3 ഫോറിൻ പ്ലേയേഴ്സിന് ഇടുക. അതായത് ആർച്ചർ, അസരംഗ, ഫറൂഖിയെ അവിടെ 11-ൽ ഇട്ടിട്ട് ഹെറ്റ്മേറെ വെളിയിലിടുക. ഒരു സഡൻ വിക്കറ്റ് ലോസ് വന്നാൽ ഇവർക്ക് ഹെറ്റ്മേറെ ഇറക്കാം. അല്ലാത്ത പക്ഷം ഇവർക്ക് തീക്ഷണയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഭയങ്കര ഒരു ടീമാണ്. അത് അങ്ങനെ ചിന്തിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫറൂഖി ആണെങ്കിൽ പുള്ളിയുടെ അത്യാവശ്യം പീക്ക് ടൈം നിൽക്കുന്ന ഇതാണ്. T20 വേൾഡ് കപ്പിൽ പുള്ളി അത്യാവശ്യം നല്ലോണം നല്ല സ്വിംഗില് കിടിലായിട്ട് ബോൾ. അതെ അതെ അതെ. പുള്ളിയുടെ ഡെത്ത് ഓവർ എങ്ങനെയാന്ന് എനിക്ക് അത്യാവശ്യം ഒരു പിടിയില്ല. ഡെത്ത് ഓവറിൽ അത്ര കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഫീൽ ചെയ്തില്ല. പക്ഷേ പവർ പ്ലേയിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ലൈൻ ആൻഡ് ലെങ്തും അതോടൊപ്പം തന്നെ നല്ല മൂവ്മെന്റ്, ബോൾട്ടിനോട് പ്ലെയർ ആയിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള പ്ലെയർ തന്നെയാണ് താരം. പിന്നെ സന്ദീപ് ശർമ്മയുണ്ട്, ആർച്ചർ ഉണ്ട്, ഇവർക്ക് പേസ് ബോളിംഗ് നിരയിലും. പിന്നെ ഫറൂഖി നമ്മൾ ഈ പറഞ്ഞ പോലെ അത്രയാണ് ഇവർക്ക് പേസ് ബോളിംഗ് നിരയുള്ളത്. പിന്നെ ഇവര് മഫാക്കെ എടുത്തിട്ടുണ്ട്. മഫാക്കെ എന്തായാലും ഒരു ബാക്കപ്പ് പ്ലെയർ ആയിരിക്കും. പിന്നെ തുഷാർ ദേശ്പാണ്ഡെ. ഈ ആവേശ് ഖാന്റെ കാര്യം പറഞ്ഞ പോലെയാണ് തുഷാർ ദേശ്പാണ്ഡെയുടെ കാര്യം നമുക്ക് പറഞ്ഞേക്കാം. ഓഫ് കോഴ്സ് പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എന്തുകൊണ്ട് എടുത്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ രാജസ്ഥാൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ബോളേഴ്സ് ബെറ്റർ ആവുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോഴും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ആകാശ് മെത്വാളിനെ എന്തുകൊണ്ടാണ് മുംബൈ തിരിച്ചെടുക്കാഞ്ഞത്. ആക്ച്വലി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആകാശ് മെത്വാൾ എന്ന് പറയുന്നത്. ആ പ്രൈസ് റേഞ്ചിലും അടിപൊളി പ്ലെയർ ആണ് പുള്ളി കഴിഞ്ഞ വർഷം കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. നല്ലോണം അവർക്ക് നല്ല ഡീലായിരുന്നു. അവരുടെ ബോൾട്ടിനെ കൊണ്ടുവന്നു, ദീപക് ചഹറിനെ കൊണ്ടുവന്നു. അങ്ങനെ അത്യാവശ്യം അവർക്ക് നല്ല ഇത് കൊണ്ടുവന്നുകൊണ്ട് പിന്നെ പുള്ളിനെ വേണ്ടെന്നുള്ള ഒരു ആയിരിക്കാം. പുള്ളിയെ ചിലപ്പോ അടിപൊളി ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അത് നല്ലൊരു പിക്കായിരുന്നു കാർത്തിക. ഇപ്പൊ പുള്ളി ലെഫ്റ്റ് ഹാം ചൈനമാൻ അറിയാൻ വേണമെങ്കിൽ പുള്ളി ഓഫ് സ്പിന്നർ, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ അറിയും. അതെ അതെ. പുള്ളി ഏത് ടൈപ്പ് ബോളിംഗ് വേണമെങ്കിലും പുള്ളി ചെയ്യും. കഴിഞ്ഞ പ്രാക്ടീസ് മാച്ച് പുള്ളി സഞ്ജുവിന്റെ ഒരു വിക്കറ്റ് എടുക്കുന്ന വീഡിയോ അത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അത് ഞാൻ അത് കണ്ടായിരുന്നു. ഒരു പുള്ളി ചൈനമാനായിരുന്നു പുള്ളി. സൂര്യവംശി ഭയങ്കരമായിട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് സൂര്യവംശി. ജയ്സ്വാളിന്റെ വിക്കറ്റ് അത് ശ്രദ്ധിച്ചായിരുന്നോ? ജയ്സ്വാള് മറ്റേ ദേശ്പാണ്ഡെയുടെ സ്ലോ ബൗൾഡ് ആവുന്നത്. ബോളേഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീമായിട്ട് രാജസ്ഥാനെ തോന്നുന്നുണ്ട് പ്രോബബ്ലി. പിന്നെ നമുക്ക് പറയാം പേപ്പറിൽ സ്ട്രോങ് ആയിരിക്കുന്ന ടീം ചിലപ്പോൾ ഗെയിമിലേക്ക് വരുമ്പോൾ വീക്ക് ആയിരിക്കും. നമുക്ക് പേപ്പർ വീക്ക് ആയിട്ട് തോന്നുന്ന ടീം ഇതിലേക്ക് വരുമ്പോൾ സ്ട്രോങ് ആയിട്ട്. നമുക്ക് ആ ഒരു പ്ലേയിങ് ലെവലിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? നോക്കാം. എനിക്ക് തോന്നുന്നത് ജയ്സ്വാൾ പ്ലസ് സഞ്ജു ഉറപ്പായിട്ടും ഓപ്പണിംഗ്. 1 ഡൗൺ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിതീഷാണ്. പിന്നെ ഫസ്റ്റ് വിക്കറ്റ് ലോസ് സഞ്ജുവിന്റെ ആണെങ്കിൽ പരാഗിനെ വേണം 1 ഡൗൺ കൊണ്ടുവരാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ 4 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ധ്രുവ് ജൂറൽ, ഇതാണ് ടോപ്പിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഹെറ്റ്മേറിനെ വേണമെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് പ്രയോറിറ്റി ആണെങ്കിൽ ഹെറ്റ്മേറിനെ വെളിയിലിരുത്താം. എന്നിട്ട് ഇവർക്ക് ദൂബെ അവിടെ ആഡ് ചെയ്ത് വെക്കാം. ശുഭം ദൂബെ നല്ല ഓപ്ഷനാണ്. പുള്ളി 190 190 എന്തോണ് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. അത്യാവശ്യം നല്ലൊരു ലെഫ്റ്റിയാണ് പുള്ളി. 30 വയസ്സുണ്ട്, എന്നാലും പുള്ളി അത്യാവശ്യം നല്ല ഒരു പവർ ഹിറ്റർ ആണ് ഈ ഒരു ടൈം വെച്ച് നോക്കുമ്പോ. അഥവാ സഡൻ വിക്കറ്റ് ലോസ് ആണെങ്കിൽ ദൂബയുടെ വിക്കറ്റ് ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അവിടെ ഹെറ്റ്മേറിനെ യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഹസരംഗ എന്നൊരു സ്പിന്നറിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആർച്ചർ, ഫറൂഖ് എന്തായാലും 11-ൽ വേണം അവർക്ക്. പിന്നെ സന്ദീപ് ശർമ്മ ആൻഡ് ആകാശ് മെത്വാൾ, അവരുടെ 11 ഓക്കെ ആയിരിക്കും. അതെ, എനിക്ക് തോന്നുന്ന തീക്ഷണ എനിക്ക് ഡിഫൻസീവ് സ്പിന്നറാണ് തീക്ഷണ കളിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഫറൂഖി എന്താന്ന് വെച്ചാൽ ഫറൂഖി ആർച്ചറും കൂടെ ഒരുമിച്ച് കളിക്കും തോന്നുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇത് നോക്കുവാണെങ്കിൽ അശ്വിന് പകരമായിട്ടാണ് ഇവരിപ്പോ തീക്ഷണനെ കൊണ്ടുവന്നേക്കണം ഒരു ഓഫ് സ്പിന്നർ എന്നുള്ള ഒരു രീതിയിൽ. ചഹലിന് പകരമായിട്ടാണ് അവര് ഹസരംഗനെ കൊണ്ടുവന്നേക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വെച്ച് നോക്കും, ഒരാൾ ഡിഫൻസീവ്, ഒരാൾ അറ്റാക്കിംഗ് സ്പിന്നറാണ്. ഇതിനകത്ത് വേറൊരു ഗുണം, ഹസരംഗ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പിന്നറാണ്. ഹിറ്റിംഗ് എബിലിറ്റി ഒക്കെ ഉള്ളതാണ് അത്യാവശ്യം. പുള്ളി IPL അങ്ങനെ കാര്യമായിട്ട് അടിച്ചില്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി പുള്ളി അത്യാവശ്യം ശ്രീലങ്കയ്ക്ക് വേണ്ടി പുള്ളി കണ്ടിട്ടുണ്ട് പുള്ളിയുടെ ബാറ്റിംഗ് നിന്നും. അതെ അതെ. അപ്പൊ അതുപോലെ ഇപ്പൊ വിക്കറ്റ് കഴിഞ്ഞ 2-3 സീസണിൽ അശ്വിനെ കയറ്റിവിട്ട കണക്ക് വിക്കറ്റ് ലോസ് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഹസരംഗനെ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവർക്ക് നോക്കാനുള്ള പരിപാടി ഉണ്ട്. അങ്ങനെ കാര്യമായിട്ട് ഇവന്മാർ ഇതുമായിട്ട് പണിയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ 11-ല്. അതെ. പിന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്ന ഒരു എബോവ് ആവറേജ് സ്ക്വാഡ് രാജസ്ഥാനുണ്ട്. സ്ട്രോങ് എന്ന് പറയുന്നില്ല, പക്ഷെ എബോവ് ആവറേജ് ആയിട്ടൊരു സ്ക്വാഡ് രാജസ്ഥാനുണ്ട്. അത് ടീംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്ക്വാഡ് തന്നെ ഉണ്ട്. അതെ അതെ. അവര് അനാവശ്യമായിട്ട് അവര് വേണ്ടാത്ത വിളിയൊന്നും വിളിക്കുന്നില്ല. അവർക്ക് പ്രോപ്പർ ആയിട്ട് അവർക്ക് വേണ്ട ബാക്കപ്പ് പ്ലേയേഴ്സ്,
എനിക്ക് തോന്നുന്നു ബാറ്റിങ്ങിൽ മാത്രമാണ് അവർക്ക് കുറച്ച് പ്രശ്നമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്കപ്പ് പ്രശ്നമുണ്ട്. ലൈക്ക് ടോപ്പ് ഓർഡറിൽ ആർക്കെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ പരാഗ് അല്ലെങ്കിൽ സഞ്ജു, നിതീഷ് റാണ ഇവർക്കൊക്കെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്യൂസ് നേരിടാൻ ചാൻസ് ഉണ്ട്. അത് ആകെ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആരും ഇല്ല അവർക്ക്. അത് ഓവർസീസ് ബാറ്റർ ആയിട്ട് ആകെ ഹെഡ്മേയർ മാത്രമേ ഉള്ളൂല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ട് ബാക്കപ്പ് ഉള്ളത് കുനാൽ റാഥോറും അതോടൊപ്പം തന്നെ നമ്മുടെ ധ്രുവ് ജൂറിലുമാണ് ഇവർക്ക്. റാഥോർ ഉണ്ടാവില്ല, എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ധ്രുവ് ജൂറിലേക്കായിരിക്കും. പിന്നെ വിത്തൗട്ട് ബോൾട്ട്, ബട്ട്ലർ ഇവരൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അശ്വിൻ ഇവരൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി പോകുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഡീൽ ചെയ്യണം. അതെ അതെ, അത് നല്ലൊരു ഇതായിരിക്കും. അത് പുള്ളി ഡീൽ ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു ഈ ബട്ട്ലർ, അശ്വിൻ അതോടൊപ്പം തന്നെ നമ്മുടെ ബോൾട്ട് എന്ന് പറയുന്നത്. അപ്പോ ഇവരെ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവരില്ലാതെ എങ്ങനെ ഇവര് ഇത്ര 4-5 പ്ലേയേഴ്സിനെ ഒരു വിട്ടുകളഞ്ഞത് ഭയങ്കര മണ്ടത്തരായി പോയി. അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇവരുണ്ടായിട്ട് നമുക്ക് ഇപ്പൊ 22, 23, 24 ഒരു കപ്പ് ഉയർത്താൻ പറ്റിയിട്ടില്ല. ഒരു ട്രോഫി ഇവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ട്രോഫി ജയിക്കാൻ പറ്റിയിട്ടില്ല. ട്രോഫി എന്നുള്ളത് വെളിയിൽ നിൽക്കുകയാണ്. അതെ, ബട്ട്ലറിന്റെ ആ 2022 ഒരു 900 റൺ വന്ന സീസൺ ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പക്ഷെ ആ ഒരു അത്രയും ഒരു ഇതിലൊന്നും പുള്ളിക്ക് അങ്ങോട്ടൊന്നും വരാൻ 23-ലും പുള്ളി അങ്ങനെ അത്യാവശ്യം റൺ അടിച്ചായിരുന്നു. പുള്ളി ഓർമ്മ കിട്ടുന്നില്ല. 2023 അത്ര അടിപൊളിയായിരുന്നില്ല. 2024 വന്നപ്പോൾ കുറച്ചുകൂടി താഴേക്ക് പോയി. പിന്നെ പുള്ളി അവസാന സമയത്ത് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്തു ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ തന്നെ ഈ ഒരു ലോങ് ടൈം ഡീൽ തന്നെയാണ് രാജസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇത്തവണ അവർക്ക് കപ്പ് ഉയർത്തണമെന്നില്ലായിരിക്കാം. അവർ ലോങ് ടൈമിലേക്ക് പ്ലേയേഴ്സിനെ വാർത്തുകൊണ്ട് ചിലപ്പോൾ അടുത്ത വർഷത്തേക്കായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആയിരിക്കും അവരുടെ പ്ലാൻ. പിന്നെ വിത്തൗട്ട് ദീസ് ഗെയ്സ് ഇവർ ഇത്തവണ കപ്പ് അടിക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 2008 വൈബും ഉണ്ട്. 2008 വൈബ് നമുക്ക് എനിക്ക് പ്ലേ ഓഫ് കളിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം പേപ്പറിൽ നിന്ന് ഗെയിമിലേക്ക് വരുമ്പോ എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അതെ അതെ, ഒരു 2-3 മാച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള ലൈനപ്പിനെ കുറിച്ചൊക്കെ ഇവര് കമന്റ് ബോക്സിൽ പറയട്ടെ. ഒരു കമന്റ് ബോക്സിൽ വരുന്നുണ്ട്.